മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനും മകൾ വീണ വിജയനും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കേസിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കി. ഇന്ന് പുലർച്ചെ പിണറായി വിജയന്റെയും മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെയും വീടുകൾ ഉൾപ്പെടെ 10 ഇടങ്ങളിൽ ED റെയ്ഡ് നടത്തി. പിണറായിയുടെ കണ്ണൂരിലെയും നിലവിൽ താമസിക്കുന്ന തിരുവനന്തപുരത്തെയും വീടുകളിലായിരുന്നു പരിശോധന. ശശിധരൻ കർത്ത MD-യായ CMRL-ഉം വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കേസിലേക്ക് നയിച്ചത്. IT സ്ഥാപനമായ എക്സാലോജിക് യാതൊരുവിധ സേവനങ്ങളും ചെയ്യാതെ CMRL നിന്ന് 1.72 കോടി രൂപ പ്രതിഫലം വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്തിനു നൽകി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ED തേടുന്നത്. കമ്പനികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പും ഗുരുതര ക്രമക്കേടുകളും അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഇത് ആദ്യം കണ്ടെത്തുന്നത്. കേസിലെ കള്ളപ്പണ ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. ED അന്വേഷണത്തിനെതിരെ CMRL ഉദ്യോഗസ്ഥർ നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്നലെ തള്ളി. ഇതിന് മണിക്കൂറുകൾക്കകമാണ് ED റെയ്ഡ് എന്നത് കാണേണ്ടതാണ്. എന്നാൽ ഈ നടപടിയിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുകയാണ് CPM. BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഏറെ നാളായി CPM ഉയർത്തുന്നുണ്ട്. ഭരണത്തിലിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലവും അത്തരത്തിലുള്ള കേന്ദ്ര നീക്കങ്ങളെ CPM പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ UDF ആണ് ഭരണത്തിൽ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ധനമന്ത്രി നിർമ്മല സീതാരാമനെയും കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയുള്ള ED നീക്കത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ആരോപണം. പക്ഷേ അതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നതിൽ CPM തന്നെ ആലോചന നടത്തേണ്ടതാണ്. കാരണം ഇന്നലെ ഹൈക്കോടതി ഉത്തരവ് വന്നപ്പോഴേക്കും സതീശൻ മോദി കൂടിക്കാഴ്ച പൂർത്തിയായിരുന്നു. അതിനുശേഷം സതീശൻ വല്ല നീക്കവും നടത്തിയോ എന്നാണ് ഇനി അറിയാനുള്ളത്. ED നീക്കം രാഷ്ട്രീയ പകപോക്കലെന്ന് സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും വിമർശിക്കുന്നുണ്ട്. അതിന് UDF കൂട്ടുനിൽക്കുകയാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. BJP കോൺഗ്രസ് ബന്ധമെന്ന ആരോപണത്തിന് ബലമേകാൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രസ്താവനകളും CPM മുന്നോട്ട് വയ്ക്കുന്നു. കേന്ദ്ര ഏജൻസികൾ പിണറായി വിജയനെ മാത്രം തൊടുന്നില്ല എന്നായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് രാഹുൽ ഗാന്ധി കേരളത്തിൽ ഉയർത്തിയത്. എന്തായാലും കോൺഗ്രസ് BJP ഡീൽ എന്ന ആരോപണം ആവർത്തിക്കാൻ ഒരു കാര്യം കൂടി ലഭിച്ചു എന്ന ആവേശത്തിലാണ് CPM. പാർട്ടി പ്രവർത്തകർ ഇതിനോടകം തന്നെ പിണറായിക്കായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പിണറായിയുടെ രക്തത്തിനായി പാർട്ടിയിൽ മുറവിളി ഉയർന്നത് നാം കണ്ടതാണ്. ED റെയ്ഡോടെ തൽക്കാലം അതെല്ലാം അടങ്ങുമെന്ന ആശ്വാസത്തിലാണ് പിണറായി വിജയൻ.